ഇതിനെയാണ് ഇപ്പോൾ പുതിയ UDF സർക്കാർ വന്നപ്പോൾ ചാണ്ടിയുമ്മൻ MLA ഇത്തരത്തിൽ യദുവിന് ഒരു പുതിയ നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയത്. ആ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യദുവിനെ നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവർ യദുവിന് അങ്ങനെ ജോലി കിട്ടി. താൽക്കാലികമായിട്ട് യദുവിന് ജോലി കിട്ടി. നേരത്തെയും പുള്ളി അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും അറിയാലോ, ആ ആര്യ രാജേന്ദ്രൻ ചെയ്ത ദ്രോഹത്തിന്റെ ഒരു സാമ്പിൾ വെക്കാൻ എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് വെക്കുന്നുണ്ട്. ഓക്കെ ഇപ്പം ഭാര്യയും ഭർത്താവും വീട്ടിലിരിപ്പുണ്ട്, വീട്ടിൽ ചൊറിയും കുത്തിയിരിപ്പുണ്ട്. ഈ അടുത്ത സമയത്ത് പിണറായിയുടെ വീടിന്റെ വാതയ്ക്ക് ഇരുന്ന് കണ്ണൊക്കെ താത്തിട്ടുണ്ട്. ബിഗ് സല്യൂട്ട് കൊടുക്കണം ചാണ്ടി ഉമ്മനെ ഇലക്ഷൻ സമയത്ത് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന യദുവിന്. കോൺഗ്രസ് ഒന്ന് കയറി കഴിഞ്ഞോട്ടെ, ജോലി ഉറപ്പായിട്ടും. കോൺഗ്രസിന് എന്താ പറയണ്ടേ, അന്ന് 102 സീറ്റ് കൺഫേം ആയപ്പോൾ യദു അവിടെ ചെന്നു. മറക്കല്ലേ എന്നും പറഞ്ഞിട്ട് ദേ കിടക്കുന്ന കോൺഗ്രസ് പാർട്ടി കയറി ഒരു മാസം ആവാഴത്തേക്ക് യദുവിന് ജോലിയായി. പരമാവധി കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്താ പറയണ്ടേ, എല്ലാവരും ഈ ചാണ്ടി ഉമ്മന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. എല്ലാവരും. ഞാനൊരു കാര്യം തുറന്നു പറയാം, എൻ്റെ വീഡിയോയ്ക്കകത്ത് ജസ്റ്റിസ് ഫോർ മിക്ക വീഡിയോയിലും പറയുന്നുണ്ടല്ലോ. അതിനകത്ത് ഇത് 2ാമത്തെ വീഡിയോ ആണ് ഒരാൾക്കൊരു നീതി കിട്ടുന്നത്. നമ്മൾ സത്യം പറയാലോ, ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഈ യദുവിനെ ഒരുപാട്. ഈ ആര്യ രാജേന്ദ്രൻ വന്നിട്ട് ഈ അടുത്ത സമയത്താണെങ്കിൽ പോലും വീണ്ടും കോടതി വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്തും അറിയാലോ, ആ ഒരു മനുഷ്യനെ ഒരുപാട് ആൾക്കാർ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ, ഇത് കാണുന്ന നിങ്ങൾ സോഷ്യൽ മീഡിയ കൊടുത്ത സപ്പോർട്ടിന് ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ എടുത്തു പറയണം. പ്രത്യേകിച്ച് നിങ്ങൾ വ്യൂവേഴ്സ്, നിങ്ങൾ പ്രത്യേകിച്ചും അന്ന് ജസ്റ്റിസ് ഫോർ എന്താ പറയണ്ടേ, ഇത് എന്നും പറഞ്ഞിട്ട് എല്ലാം എണ്ണം എനിക്ക് തോന്നുന്നു ഒരു 1000-1500 കമൻറ്റ് ഞാൻ ഒരു ദിവസം കൊണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ വീണിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ചാണ്ടി ഉമ്മന് ബിഗ് സല്യൂട്ട്. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടൊന്ന് പോകാം. എല്ലാവർക്കും ഹാപ്പി ആയല്ലോ, സന്തോഷമായല്ലോ. എനിക്ക് ആ ആര്യയുടെ ഭർത്താവ്, എൻ്റെ പോൻ, അവൻ 8 നില പൊട്ടിയപ്പോഴാണ് കൂടുതലും സന്തോഷമായി. ആ ഒരൊറ്റ കേസ് തൊട്ടാണ് ഇവർ അടപ്പ് തെറിയിച്ചത്. ആ ഒരൊറ്റ കേസ് തൊട്ട് ആര്യയ്ക്കും ആര്യയുടെ ഹസ്ബൻഡിന് ഭയങ്കര നെഗറ്റീവായിരുന്നു. ബാലുശ്ശേരി 8 നില പൊട്ടിപ്പോയി. അതാണ് ഏറ്റവും വലിയ കോമഡി. ഒരു സാധാരണക്കാരനും ചെറുതല്ലെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പാവങ്ങളുടെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനും കൊടി പൊക്കത്തില്ല. അത് ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ആരായാലും ശരി. ഓക്കെ, ഏതായാലും വീഡിയോ കാണാം. ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. രാജേന്ദ്രനുമായി നടു റോഡിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് KSRTC ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട യദുവിന് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറുടെ ജോലി നൽകി. യദുവിന് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLA സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അമൃത തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അമൃത, ചാണ്ടി ഉമ്മന്റെ കാര്യം പറയുന്നതിന് മുമ്പ് അറിയാലോ, ആര്യായിരുന്നു ട്രിവാൻഡ്രം മേയറായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അവിടെ VV രാജേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന യദുവിന് ജോലി കൊടുക്കും എന്നുള്ള രീതിയിൽ അതൊരു സംസാരം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം ഇദ്ദേഹത്തിന് വേണ്ടി, യദുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവറായിട്ട് കൊടുത്തായിരുന്നെങ്കിൽ, എൻ്റെ പൊന്നോ, BJPക്ക് നല്ല ഹൈ ലെവലിൽ സപ്പോർട്ട് കിട്ടിയേനെ, നല്ല ഹൈ ലെവലിൽ കിട്ടിയേനെ. ഉള്ള കാര്യം തുറന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അതാണ് ഏറ്റവും കൂടുതൽ BJP കാണിച്ച മണ്ടത്തരം. ഇവിടെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ്. കോൺഗ്രസിന് കയ്യടി അടിക്കണം ഈ ഒരു കാര്യത്തിന്. ഞാൻ പറയട്ടെ, ചെറിയ കാര്യം തള്ളിക്കളയരുത്. ആരെപ്പോഴാണ് ഉപകാരപ്പെടുന്നതെന്ന് പറയാനും പറ്റത്തില്ല. ഒരു വലിയ ആന തളയ്ക്കാൻ ഒരു കുഞ്ഞു ഉറുമ്പന് കഴിയുമെന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെ അന്ന് VV രാജേഷ് അത് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. BJP പാർട്ടിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രവർത്തികളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനുള്ള കാര്യം പറയാമല്ലോ, ഞാൻ നല്ലത് കണ്ട നല്ലത് പറയുന്നൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന് ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നൊരു മനുഷ്യനാണ്. ഓക്കെ, എന്നാൽ നമുക്ക് ന്യൂസിലോട്ട് പോവാം. റോഡിലുണ്ടായ വഴക്ക് അത് വലിയ വിവാദങ്ങളിലേക്ക് മാറി. പിന്നാലെ യദുവിന് ജോലി പോകുന്ന ഇടയ്ക്ക് ഡെലിവറി ബോയൊക്കെ ആയിട്ട് ജോലി ചെയ്തിരുന്നു യദു. എങ്ങനെയാണ് നിയമനത്തിലേക്ക് എത്തിയത്? അതേ പ്രജില, നമുക്കറിയാം ഈ യദുവിന് ജോലി നഷ്ടപ്പെടാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും തന്നെ പരിചിതമായ കാര്യമാണ്. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ, പാളയത്ത് വെച്ച് ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് പിന്നീട് യദുവിന്റെ ജോലി നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയത്. അന്ന് KSRTCയിൽ താൽക്കാലിക ഡ്രൈവർ ആയിരുന്നു യദു. യദുവിനെതിരെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകുകയും പിന്നീട് കേസെടുക്കുകയും അങ്ങനെയാണ് യദുവിന്റെ താൽക്കാലിക ജോലി KSRTCയിൽ നിന്നും നഷ്ടമാകുന്നത്. പിന്നീട് ഡെലിവറി ബോയ് ആയിട്ടടക്കം യദു ജോലിക്ക് പോയിരുന്നു. പക്ഷേ ഒരു കൃത്യമായ ഒരു വരുമാനം അല്ലെങ്കിൽ കൃത്യമായ ഒരു ജോലി
യദുവിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ UDF സർക്കാർ വന്നപ്പോൾ ചാണ്ടിയുമ്മൻ MLA ഇത്തരത്തിൽ യദുവിന് ഒരു പുതിയ നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയത്. ആ ഒരു ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യദുവിനെ നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവറായി ജോലി നൽകിയിരിക്കുന്നത്. നിയമസഭയിലെ ബസിന്റെ താൽക്കാലിക ഡ്രൈവറായാണ് ജോലി നൽകിയിരിക്കുന്നത്. ഈ സഭ നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ MLA ഹോസ്റ്റലിൽ നിന്നും ജീവനക്കാരുമായി നിയമസഭയിലേക്ക് ഒരു ബസ് ഉള്ളതാണ്. ഈ ബസിന്റെ ഡ്രൈവറായിട്ടാണ് നിലവിൽ യദുവിന് താൽക്കാലികമായി ജോലി നൽകിയിരിക്കുന്നത്. ഈ പാളയത്ത് വെച്ച് യദുവിന്റെ വാഹനം തടഞ്ഞു നിർത്തി മേയറും അതുപോലെ ഭർത്താവും മറ്റുള്ളവരും ഒരു പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. ഈ ഒരു അതുപോലെ മേയർക്കെതിരെ പരാതിയും മേയർ യദുവിനെതിരെ പരാതിയും നൽകിയിരുന്നു. അങ്ങനെയാണ് കേസെടുത്തത്. പക്ഷേ തന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് യദു പരാതി നൽകിയെങ്കിലും അതിനെതിരെ അന്ന് പോലീസ് ഒരു നടപടി എടുക്കാനൊന്നും പോയിരുന്നില്ല. പിന്നീട് കോടതിയിലടക്കം പോയാണ് യദു അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ പോലീസ് തയ്യാറായത്. ഏതായാലും അന്ന് ആ പാവത്തിന് ഒരുപാട് ദ്രോഹിച്ചു. ഒരുപാടെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കും. ആ ഒരു വീഡിയോയിലെ വേണ്ടേ നിക്ക് ആ ഒരു വീഡിയോക്കകത്ത് തന്നെ ബസ്സിനകത്ത് ക്യാമറ ഉണ്ടായിരുന്ന ആ ക്യാമറയിലെ വിഷ്വലും എല്ലാം പോയി. എന്നിട്ട് എന്തോ പറയുന്നത് ആര്യയുടെ ഭർത്താവും കൂടെ പറഞ്ഞത് അത് മിസ്സായെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ കേരളം ഭരിക്കുന്നത് ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ഭരണ സമയത്ത് ഈ പറയുന്ന ബസ്സിലെ ഈ പറയുന്ന മെമ്മറി കാർഡും അതൊക്കെ കളഞ്ഞു പോകാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ഈ പറയുന്ന ഇവനുണ്ടല്ലോ, ഈ സച്ചിൻ എന്ന് പറയുന്നവൻ മുൻ എം എൽ എ ഇപ്പൊ പോയി. അവൻ അതിനകത്ത് കയറി തെറിവിളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കണ്ട ജനങ്ങൾ ഒരു ചാനലിനകത്ത് അവരുടെ വർത്തമാനമൊക്കെ കേൾക്കണമായിരുന്നു. ഇപ്പം പൂരത്തെറിയും കാര്യങ്ങളൊക്കെ വിളിച്ച് അതെല്ലാം മുഖ്യമന്മാർ. എന്നിട്ടെല്ലാം ഇയാടെ നെഞ്ചത്തോട്ട് വെച്ച് കൊടുത്തു. മേയറാന്ന് ഇതിന് അറിയത്തില്ലായിരുന്നു. ഇത് വിളിച്ച് സംസാരിക്കുകയും സോറി പറയുകയൊക്കെ ചെയ്തത്. എന്നിട്ടും ഇവരായിരുന്നു ആവശ്യമില്ലാത്ത ടോക്കും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്തത്. എന്തെങ്കിലും ആട്ടെ, ഇപ്പോൾ ജോലി കിട്ടിയില്ല. അന്നത്തെ വഴക്കൊന്ന് വെക്കാൻ പിന്നെ ജനങ്ങളെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കുക. പരമാവധി ഞാൻ ഇപ്പോഴും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, പരമാവധി ഇത് ഷെയർ ചെയ്തു കേട്ടോ. ഓക്കെ, ആ ഒരു വീഡിയോ ഉണ്ടല്ലേ. ഇനി ജനങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. മേയർ ചെയ്തത് ശരിയല്ലെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതൊരു ഡ്യൂട്ടി സർക്കാരിന്റെ ഭാഗത്തുള്ള ഡ്യൂട്ടിക്കാരനാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇത്രയും ലോങ് ഓടി വരുന്ന ഒരാളാണ്. യാത്രക്കാരും അങ്ങനെ മുഷിഞ്ഞിരിക്കുകയാണ്. അതിപ്പോ സാധാരണക്കാർ ഒരാളെ ശരി തന്നെ കൊണ്ട് തടഞ്ഞു നിർത്തി വണ്ടി ഇറക്കി വിടുന്നത്. അപ്പൊ വണ്ടി ബസ് സച്ചിൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടില്ല, വണ്ടി കൊണ്ട് വട്ടം വെച്ചത് എല്ലാവരും കണ്ടതാണ്. അതുവരെ മാറ്റി പറഞ്ഞ ടീംസുകളാണ്. ഉച്ച മാത്രമേ ഉള്ളൂ എനിക്ക് പറ്റിയ അവിടെയൊക്കെ. ബസ്സിന് ഡ്രൈവർ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് ഡ്യൂട്ടി ഭാഗമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവരുടെ പേരിൽ കേസ് എടുക്കുകയോ കൊടുക്കുക എന്തുകൊണ്ട് അവർക്ക് ചെയ്യും. അല്ലാതെ ഇങ്ങനെ ഈ നടുറോട്ട് രാത്രിയൊക്കെ കൊണ്ട് നിർത്തി ഷോ കാണിച്ചുള്ളതൊന്നും ഇപ്പൊ മേയർ നല്ല വ്യക്തിയല്ല. ആര്യരാജൻ എന്നാണ് ഔദ്യോഗിക വാഹനമല്ല. ആര്യരാജൻ എന്റെ അഭിപ്രായം ആര്യ തെറ്റാണ്. ഷോ കാണിക്കുകയാണ് ചെയ്തത്. ഷോ കാണിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചതാണ്. കാരണം ഇപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എല്ലാ തെളിവും അങ്ങനെയല്ലേ നിൽക്കുന്നത്. വേറെ തെളിവൊന്നും ആയില്ലല്ലോ. ഇപ്പൊ CCTV ഉൾപ്പെടെയുള്ള തെളിവ് അങ്ങനെയല്ലേ. ഇപ്പൊ ഞങ്ങളിപ്പോ ഞാനായിപ്പോ ഒരു വണ്ടി നിർത്തി ഞാൻ ഷോ കാണിക്കുന്നല്ലേ പറയത്തുള്ളൂ. എന്റെ അഭിപ്രായം അതാണ്. ഓക്കെ, അപ്പോൾ ഷോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ് ഇവിടുത്തെ കൈകടി. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അതുപോലെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് വേണം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. കാരണം ഇവറ്റകളൊക്കെ മനസ്സിലാക്കണം. ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടുണ്ട്. അവരുടെ ഇലക്ഷനിൽ അത് ബാധിച്ചില്ല. ആരും ഇവിടെ നിർത്തുന്നു ഇല്ല, പാർട്ടി പോലും പഠിപ്പിക്കുന്നില്ല. ഇനി അടുത്ത വർഷം ഇനി ആർക്ക് സീറ്റ് കൊടുക്കുമോ? ഇല്ല, ഒന്നും കൊടുക്കത്തില്ല. എല്ലാവർക്കും പുച്ഛം മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ട് പറഞ്ഞാലോ. എന്തായാലും കൊള്ളാം. കർമ്മ എന്നുള്ള വരവാണ് ഇവർ പഠിച്ചിരിക്കുന്നത്. എന്തായാലും ദൈവം ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു ഗൈസ്. ചാണ്ടി ഉമ്മ, ബിഗ് സല്യൂട്ട് മാൻ.